Hey guys, welcome back to our YouTube channel. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിവിക്കിന്റെ കോയിൽ പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോയിൽ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. ഏത് കോയിലാണ് കംപ്ലൈന്റ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുണ്ട്. ആ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് കാണിച്ചു തരാം. മിസ്സിംഗ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. വണ്ടി ഈ സൈഡിൽ കിടക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ എന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു മിസ്സിംഗ് വന്നു തുടങ്ങും കേട്ടോ. കണ്ടാ മിസ്സിംഗ് വരുന്നുണ്ടോ? അങ്ങനെ ബം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിസ്സിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മള് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി. അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നേരെ വടക്കാഞ്ചേരിക്കാണ് പോണത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും കാണിക്കില്ല. പക്ഷെ നമ്മൾ നിർത്തിയിട്ടെടുക്കുമല്ലോ, നിർത്തിയിട്ടെടുക്കുമ്പോൾ ഇങ്ങനെ 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 മിസ്സായിട്ടാണ് കാണിക്കാം. പിള്ളേരെ റിയാക്ഷൻ നോക്ക്, റിയാക്ഷൻ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടോ? എൻ്റെ പൊന്നി റിയാക്ഷൻ കാണുമ്പോഴാണ് കാരണം പോകുന്നത് കേട്ടോ. ഫോട്ടോസ് വീഡിയോസൊക്കെ കാണാം. അവൻ്റെ റിയാക്ഷൻ നോക്കി തലയിലൊക്കെ കൈ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്താടാ. പിള്ളേരുടെ റിയാക്ഷൻ നോക്കട്ടെ, ഇനി പൊക്കണ്ടടാ. റിയാക്ഷൻ നോക്ക്. നമുക്ക് അങ്ങനെ കോയിൽ കിട്ടിട്ടോ. ഇതാണ് സാധനം കണ്ടോ. ഇനി നമുക്ക് ഇതേറ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഏത് പോയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സാധനം കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ തിരിച്ചു പോകാണ്ടിരിക്കുകയാണെങ്കിൽ നേരെ വീട്ടിൽ പോയിട്ട് നമുക്കത് ഇട്ട് നോക്കാം എന്താ അവസ്ഥ, ഏതാ കംപ്ലൈൻറ്റ് എന്ന് നോക്കി നോക്കാം. ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിങ്ങനെ ഇങ്ങനെ നിറയണത്. ഒരു വണ്ടി കണ്ടിട്ട് നോക്കുമല്ലോ അത് കാണുമ്പോൾ. സ്കൂൾ ബസ്സിൽ നിന്ന് പിള്ളേര് വണ്ടി കണ്ടിട്ട് നോക്കണൊക്കെ. വണ്ടി മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇടക്ക് നമ്മൾ ഇടക്ക് കാല് കൊടുക്കുമ്പോഴാണ് മിസ്സിങ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ വള്ളി. പിന്നെ എന്തോ പവർ ഡ്രോപ്പുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഏത് കോയില കംപ്ലൈന്റ് എന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു മിസ്സിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. റിമൂവ് ചെയ്യുമ്പോൾ ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അതിൽ കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏത് കോയില പോയി. നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഒരറ്റത്ത് കോയില പോയിട്ടുണ്ട്. അധികം ടൈം പീരീഡ് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അത് മാത്രമല്ല നമ്മളത് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ മിസ്സിംഗ് മാത്രമല്ല വണ്ടർ പവറിലും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം വണ്ടർ പവർ ചെറിയൊരു ഡ്രോപ്പ് ആയ പോലെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ RPM ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. കുറച്ച് നേരമായി നമ്മൾ മാറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നു. ഇതുവരെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു കോയിലാണ് മാറ്റിയത്. ടൈം പീരീഡ് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടാ. അതാണ് പഴയ കോയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ RPM കാര്യം പറഞ്ഞത്, നമ്മൾ വണ്ടി ഫുള്ള് കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ RPM ഇങ്ങനെ ഫുള്ള് പോയിട്ട് കട്ട് ഓഫ് ആവുമല്ലോ. ആ കട്ട് ഓഫ് ആവുന്ന സമയത്ത് ഇങ്ങനെ ലാഗ് ആയിട്ടാണ് കട്ട് ഓഫ് ആയിരുന്നത്. ഫുള്ള് പോയിട്ട് ബാം 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 എന്നിട്ട് ലാഗ് ആയിട്ടാണ് അടിച്ചേർന്നത്. ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചവിട്ടി കാണിച്ചു തരാം. ഫുള്ള് RPM നമ്മൾ ചവിട്ടുമ്പോൾ നോക്കിക്കോട്ടാ. ഞാൻ ഫുള്ള് ചവിട്ടിയപ്പോൾ നിങ്ങളെ കണ്ടില്ല, ആ RPM എൻഡിൽ പോയി നിന്നിട്ടാണ് കട്ട് ഓഫ് ആയിരുന്നത്. മറ്റേത് അതുപോലെ അല്ലായിരുന്നു. ഫുള്ള് എൻഡിൽ പോയിട്ട് കട്ട് ഓഫ് ആകുമ്പോൾ ചെറിയൊരു ലാഗ് വന്നത്. RPM ബാക്ക് ഇറങ്ങിയിട്ടാണ് പോയിരുന്നത്. ബാം 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 എന്നിട്ട് ചെറിയൊരു ലാഗിലായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ചെറിയൊരു മിസ്സിങ്ങും ചെറിയൊരു പവർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്ലിയർ ആയിട്ടുണ്ട്. സൗണ്ടും കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. പവറും വ്യത്യാസം വന്നിട്ടുണ്ട്. മിസ്സിങ്ങും മാറിയിട്ടാ.
സീന് പൊട്ട് ഗൈസ്, രക്ഷയില്ല. അത് മാത്രമേ കംപ്ലൈൻറ്റ് എന്ന് പറയാനുണ്ടായിരുന്നുള്ളൂ. സോ അത് ക്ലീൻ ആയിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. വേറെ കോയിലും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. വേറെ ഏതെങ്കിലും കോയിൽസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മിസ്സിങ് അങ്ങനെ നിന്നായിരുന്നു. ഇനി നമുക്ക് 2 പേജിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചെന്നുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതാണ് ഗായ്സ് എനിക്ക് പേജിൽ നിന്ന് അയച്ചെന്ന പ്രൊഡക്ട്സ്. ഇത് ആക്ച്വലി കുറച്ച് ഹോട്ട് വീൽസ് ഉണ്ട്. ഇതിൽ ഹെൽക്കാറ്റ് ഉണ്ട്, അതുപോലെ ഒരു ബുഗാട്ടി ഉണ്ട്, അതുപോലെ തന്നെ GTB ഉണ്ട്, SF90 ഉണ്ട്, ഡാർക്ക് ഹോഴ്സ് ഉണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് ഒരു പേജിൽ നിന്ന് അയച്ചു തന്നേക്കുന്നത്. ഈ പേജിൻ്റെ പേര് AZ ഡൈകാസ്റ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റയർ ആയിട്ടുള്ള ഡൈകാസ്റ്റോൾ ഉണ്ട് അവരിൽ. കൊള്ളാം. എനിക്ക് ഓൾറെഡി കളക്ഷൻ ഉള്ളതാണ്. എൻ്റെ കളക്ഷൻസ് എല്ലാം ദുബൈയിലാണ്. ഞാൻ ദുബൈക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം അവിടെ ഉള്ളത്. ഇതേപോലെ മുന്നേയും ഇതുപോലെ പേജിൽ നിന്ന് കുറച്ച് ഐറ്റംസ് അയച്ചു തന്നിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക്. ഇനി അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ കുറേ പ്രൊഡക്റ്റുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാത്ത 2-3 പ്രൊഡക്റ്റുകളുണ്ട്. വണ്ടർ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ ആക്ച്വലി ഒരു പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. പക്ഷേ ആ ചെയിൻ അയച്ചെന്ന പേജ് എന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരെങ്ങാനും കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ടർബോൻ്റെ ഒരു ചെയിനും അതുപോലെ അതേപോലെ തന്നെ സെയിം ഒരു മറ്റേ സ്പൈഡർമാൻ്റെ ഒരു ചെയിനും അവർ അയച്ചു തന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പെർഫ്യൂം, പിന്നെ അതുപോലെ ഗ്ലാസസ്, അങ്ങനെ എന്തൊക്കെയോ സാധനമുള്ള ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു 2-4 പേജിൽ നിന്ന്. പിന്നെ ഇത് ഡ്രൈക്സോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പയ്യൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് കാർ വാഷ് ചെയ്യുമ്പോൾ വൈപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റം ആണ് എന്നാണ് പറഞ്ഞത് അവൻ. ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം എനിക്ക് ഇതിൻ്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം വാഷ് ചെയ്ത് നോക്കി നോക്കാം. വണ്ടി ആകെ കച്ചറായിട്ട് എടുക്കാനുള്ളത്. നമുക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കി നോക്കാം. ഇതാണ് ക്ലോത്ത് കേട്ടോ, ഡ്രൈക്സോൺ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പുതുതായിട്ട് തുടങ്ങിയതാണ്. ഇനി കാർ വാഷ് ചെയ്യുന്ന ഷാമ്പും കാര്യങ്ങളെല്ലാം ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം അയച്ചു തരും ആ സമയത്ത്. ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം. ഡൈകാസ്റ്റ് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ റയർ മോഡൽസ് ഏതെങ്കിലും വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ AZ ഡൈകാസ്റ്റ് കിട്ടും ആ ഒരു പേജ്. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.